സൗദിയിലെ റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന പരിപാടികൾക്ക് ഇന്ന് അവസാനമാകും. ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറിയത്. 49 ദിവസം നീണ്ടുനിന്നതായിരുന്നു പരിപാടികൾ. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് ചേരുന്നത്. മിഷാൽ, എത്രത്തോളം വിപുലമായ പരിപാടികൾ, ആഘോഷ പരിപാടികളൊക്കെയായിരുന്നു അവിടെ അരങ്ങേറിയത്? ദിവ്യ, റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് സുവൈദി പാർക്കിൽ അരങ്ങേറിയ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമാകുന്നത്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. നവംബർ 2-നായിരുന്നു സുവൈദി പാർക്കിലെ റിയാദ് സീസണുമായി ബന്ധപ്പെട്ട ഈ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായത്. 49 ദിവസം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫെസ്റ്റോടെയായിരുന്നു തുടക്കം. 8 ദിവസമാണ് ഇന്ത്യൻ ഫെസ്റ്റ് തുടർന്നത്. വലിയ രീതിയിലുള്ള കലകളുടെ ഒരു സമ്മേളനം തന്നെയായിരുന്നു ഇന്ത്യൻ ഫെസ്റ്റ് കൊണ്ടുവന്നത്. കേരള കലകളടക്കം ഉൾപ്പെട്ടതായിരുന്നു ഇന്ത്യൻ ഫെസ്റ്റ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ടൂറിസം മിനിസ്റ്റർ അടക്കം അതിഥിയായും എത്തിയത് വലിയ വാർത്തയായിരുന്നു. 11 രാജ്യങ്ങളാണ് ഈ ഒരു സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന ഈ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ പങ്കെടുത്തിട്ടുള്ളത്. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം പരേഡുകൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിശ്ചിത ദിവസവും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 8 ദിവസമാണ് ഇന്ത്യൻ ഫെസ്റ്റിന് അനുവദിച്ചിരുന്നത്. ആ ഓരോ ദിവസവും ഈ ഒരു പരേഡോടെ ആയിരിക്കും ഓരോ രാജ്യത്തിൻ്റെയും ഫെസ്റ്റ് ആരംഭിക്കുക. ഈ ഒരു സുവൈദി പാർക്കിൽ അരങ്ങേറിയ ഈ സാംസ്കാരിക പരിപാടിയിൽ ഏറ്റവും ആകർഷണീയമായ ഒരു പരിപാടികളിൽ ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള പരേഡ്. ഇത്തരത്തിലുള്ള പരേഡുകളിൽ ആ രാജ്യത്തെ തനത് കലകളും നൃത്തരൂപങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പരേഡ് സംവിധാനിച്ചിരുന്നത്. നിലവിൽ ഇന്ന് ഈ ഒരു സുവൈദി പാർക്കിലെ പരിപാടികൾ അവസാനിക്കുമ്പോൾ സുഡാൻ ഫെസ്റ്റോടെയാണ് അവസാനിക്കുന്നത്. അതായത് അവസാന ദിവസം സുഡാൻ ഫെസ്റ്റാണ്. ഇന്ന് ഈ സുഡാൻ ഫെസ്റ്റ് അവസാനിക്കുന്നതോടെ ഈ ഒരു സുവൈദി പാർക്കിലെ പരിപാടികൾക്കും വിരാമമാകും. എത്യോപ്യ, അതോടൊപ്പം യുഗാണ്ട, ഈ 2 രാജ്യങ്ങളായിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യമായി എത്തിയത്. മിനിസ്ട്രി ഓഫ് മീഡിയ, അതോടൊപ്പം തന്നെ ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി, സൗദിയിലെ ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി, ഈ 2 ഇത്തരത്തിലുള്ള അതോറിറ്റികളുടെ സഹകരണത്തോടെയാണ് ഇത്തവണത്തെ സുവൈദി പാർക്കിലെ ഈ ഒരു പരിപാടികൾ സംവിധാനിച്ചിരുന്നത്. ഈ സൗദിയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അതോടൊപ്പം തന്നെ വിദേശികളെ കൂടുതലായി ഈ രാജ്യത്തേക്ക് എത്തിക്കുക, വിദേശ നിക്ഷേപം കൂടുതലാക്കുക തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യ ഇത്തരം പരിപാടികൾക്ക് മുൻകൈ എടുക്കുന്നത്. ഈ ഒരു പരിപാടി, അതായത് ഇന്നത്തെ സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന ഈ ഒരു പരിപാടി അവസാനിച്ചാലും റിയാദ് സീസണുമായി ബന്ധപ്പെട്ട പരിപാടികൾ റിയാദ് സൂ, അതോടൊപ്പം തന്നെ ബുളൈവാർഡ് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഒരു റിയാദ് സീസണിൻ്റെ പരിപാടികൾ തുടരും. കഴിഞ്ഞ 49 ദിവസങ്ങളിലായി ഈ ഒരു സുവൈദി പാർക്ക് സാക്ഷിയായത് വിവിധ രാജ്യങ്ങളുടെ ഒരേ മനസ്സോടെയുള്ള ആഘോഷ പരിപാടികൾക്കായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ ആഘോഷ പരിപാടികൾക്ക് വിരാമമാകുന്നതോടെ സുവൈദി പാർക്ക് പഴയപടി പോലെ നിശബ്ദമാകും.